വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. തിരുവനന്തപുരത്ത് വൈകിട്ട് 5 മണിക്കാണ് യോഗം. അസാധാരണ നിബന്ധനകളോടെ കേന്ദ്രം അനുവദിച്ച വായ്പ എങ്ങനെ ചെലവഴിക്കണമെന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടാകും. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ വായ്പ ഒരു വലിയ ബാധ്യതയായി ഇപ്പോൾ സർക്കാരിന് മുകളിൽ വന്നിരിക്കുകയാണ്. പൈസ കൊടുത്തോ എന്ന് ചോദിച്ചാൽ കൊടുത്തു, പക്ഷേ ഒരു അപ്രായോഗികമായ അസാധാരണമായ നിബന്ധനകളോടെ നൽകുന്ന പണം എങ്ങനെ ഇത്ര പെട്ടെന്ന് ചെലവഴിച്ചാൽ മാത്രമേ ആ പണം തിരിച്ചു കിട്ടുകയുമുള്ളൂ. ആ നിലയ്ക്ക് ഇന്നത്തെ യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ കാര്യങ്ങളാവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരിക? ശ്രീജ, ദുരന്ത നിവാരണ വകുപ്പിനാണ് ഇതിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചുമതലയുള്ളത്. 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുത്ത് അവിടെ ടൗൺഷിപ്പുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ സർവേ നടപടികൾ ഉൾപ്പെടെ അവിടെ ജനവാസ യോഗ്യമാണോ എന്നതടക്കമുള്ള പരിശോധനാ നടപടികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ 529 കോടി രൂപ എന്ന തുക അത് കേന്ദ്ര വായ്പയായാണ് ഈ പുനരധിവാസത്തിന് നൽകുന്നത്. ഈ തുക ചെലവഴിക്കുന്നതിന് മാർച്ച് 31-നകം തന്നെ ഇത് ചെലവഴിക്കണം എന്നതാണ് ഇപ്പോൾ നിബന്ധനയായി വന്നിട്ടുള്ളത്. വളരെ കുറച്ച് സമയം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരക്കുട്ടുള്ള ചർച്ചകളിലേക്കും യോഗങ്ങളിലേക്കും കാര്യങ്ങൾ പോകുന്നത്. ഇതിന് തിരിച്ചടവിന് സമയപരിധിയുണ്ട്. ഏതാണ്ട് 50 വർഷത്തോളം സമയം ഇതിന്റെ തിരിച്ചടവായി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇത് ചെലവഴിച്ചുകൊണ്ടുള്ള തീരുമാനം, അത് ചെലവഴിക്കാനുള്ള ദിവസം അത് മാർച്ച് 31 നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെയാണ് ഇന്നത്തെ യോഗത്തിന്റെ വലിയ പ്രസക്തി. ഈ 2 ടൗൺഷിപ്പുകളാണ് ആലോചിച്ചിട്ടുള്ളതെങ്കിലും അത് രണ്ടും സാധ്യമാവുമോ എന്നത് ഒരു സംശയമായി നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു പ്രദേശത്തായിരിക്കും ടൗൺഷിപ്പ് നിർമ്മിക്കുക എന്ന ഒരു ചർച്ചകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില ആലോചനകൾ ഉണ്ട് എന്ന വിവരമാണ് നേരത്തെ പുറത്തു വന്നത്. ഏതായിരുന്നാലും ഇന്നത്തെ യോഗത്തിലായിരിക്കും അക്കാര്യങ്ങൾ തീരുമാനിക്കുക. സർക്കാരിനെ സംബന്ധിച്ച് ഇത് വളരെ വേഗത്തിൽ ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഈ കേന്ദ്ര സർക്കാരും ഉദ്ദേശിച്ചത് അതുതന്നെയാകണം. സംസ്ഥാനത്തു നിന്നുള്ള BJP നേതാക്കൾ പലപ്പോഴും ഇത്തരം ഫണ്ടുകൾ അനുവദിക്കുമ്പോൾ അത് നേരിട്ട് കേന്ദ്രം തന്നെ നൽകണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇത് ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിൽ ദുരിതം അനുഭവിച്ചവർ അവർക്കുള്ള ടൗൺഷിപ്പിന്റെ കാര്യത്തിൽ കാലതാമസം ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെയാകണം ഇങ്ങനെ ഒരു നിബന്ധന വെച്ച് വളരെ പെട്ടെന്ന് ഇതിന്റെ തീരുമാനവുമായി അല്ലെങ്കിൽ ഇത് തുക ചെലവഴിക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകണം എന്നൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാരിന് നൽകിയതെന്ന് വേണം കരുതാൻ. അങ്ങനെ പല കാര്യങ്ങളിലും BJP സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെടുകയും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുകയുമുണ്ട്. ഒരു മെല്ലെപ്പോക്ക് നയം ഇക്കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന ഒരു താല്പര്യം ഇതിന് പിന്നിലുണ്ടോ, അല്ലെങ്കിൽ ആ തരത്തിൽ പറയുന്നവരുണ്ട്. പക്ഷേ ഈ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട് ഈ തുക സർക്കാരിന് കേന്ദ്രം ഇവിടത്തെ ജനങ്ങൾ, അത് ഇന്ത്യയിലെ ജനങ്ങളാണ്, അവർക്ക് ഒരു സഹായം നൽകുമ്പോൾ അതൊരു വായ്പയല്ല നൽകേണ്ടത്. ഇതിൽ ഇടത് വലത് വ്യത്യാസമില്ല. കഴിഞ്ഞ ദിവസം K. സുധാകരൻ പറഞ്ഞത് ഈ കാര്യത്തിൽ സർക്കാരിനോടൊപ്പം ചേർന്ന് കേന്ദ്രത്തിനെതിരെ സമരം നടത്താൻ കോൺഗ്രസ് തയ്യാറാണ്, UDF തയ്യാറാണ് എന്നൊരു നിലപാടാണ് കഴിഞ്ഞ ദിവസം K. സുധാകരൻ കൈക്കൊണ്ടത്. ഇതേ കാര്യം തന്നെയാണ് MV ഗോവിന്ദനും പറഞ്ഞത്. ഈ വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് തരൂരിന്റെ വിവാദമുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യത്തിൽ, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം നടത്താൻ തയ്യാറാണെങ്കിൽ ഇടതുപക്ഷം UDF മുന്നോട്ട് വന്നാൽ അതിന് ഇടതുപക്ഷത്തിന് തടസ്സമില്ല. ഒരുമിച്ച് സമരം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അതായത് LDFും UDFും കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള തീരുമാനത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു. അങ്ങനെ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതും. ശ്രീജ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വയനാട് പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കും.